ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സന്നിധാനത്തെത്തി മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്കിടെയാണ് മന്ത്രിയുടെ സന്ദർശനം. പമ്പയിൽ നാളെ അവലോകന യോഗം ചേരുന്നുണ്ട്. എം ജി പ്രതീഷ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിരുന്നു, ഒരു അവലോകന യോഗം വിളിക്കാൻ മന്ത്രിയെ അനുവദിക്കണമെന്നത്. ആ യോഗം നാളെ പമ്പയിൽ നടക്കുകയാണ്. സന്നിധാനത്ത് എന്തെങ്കിലും ഔദ്യോഗിക പരിപാടികളിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കുന്നുണ്ടോ? യോഗങ്ങളോ അങ്ങനെ മറ്റെന്തെങ്കിലും? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ ദേവസ്വം മന്ത്രിക്ക് മാത്രമാണ് ആ ഒരു ഇളവ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രി 10 മണിയോടുകൂടി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സന്നിധാനത്ത് എത്തിയത്. ഇന്ന് രാത്രി സന്നിധാനത്തായിരിക്കും മന്ത്രി തങ്ങുന്നത്. മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ രാവിലെ 10:30 പമ്പയിൽ അവലോകന യോഗം നടക്കുന്നത്. പ്രധാനമായും ശബരിമലയിലെ തിരക്ക് നിയന്ത്രണമായിരിക്കും ഈ അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. വിവിധ വകുപ്പ് മേധാവികൾ നാളത്തെ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഈ സ്പോട്ട് ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച വരെയാണ്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തിങ്കളാഴ്ച വരെ 5000 പേരെന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടി എന്ത് സ്വീകരിക്കണം, വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കണം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ അവലോകന യോഗം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സന്നിധാനത്തെയും പമ്പയിലെയും ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന വഴികളിലെയും ഈ മുന്നൊരുക്കങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മന്ത്രി വിശകലനം ചെയ്യും. അക്കാര്യത്തിൽ വിശദമായ ചർച്ച ഇന്നും നാളെ രാവിലെയും നടക്കും. നാളെ രാവിലെ 9:30 സന്നിധാനത്ത് നിന്ന് മന്ത്രി മലയിറങ്ങും എന്നതാണ് അറിയുന്നത്. അതിനുശേഷം പമ്പയിലായിരിക്കും വിശദമായ ചർച്ചകൾ നടക്കുന്നത്. വിവിധ വകുപ്പ് മേധാവിമാർ എല്ലാം തന്നെ നാളെ 10:30 പമ്പയിലെത്തും. ഇനി വരുന്ന മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ, ഒപ്പം കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളായിരിക്കും നാളത്തെ യോഗത്തിൽ ചർച്ചയാകുന്നത്. ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തന്നെ മന്ത്രി പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. എന്തായാലും മന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ വിശദമായ ചർച്ചകൾ ശബരിമല തിരക്കുമായി ബന്ധപ്പെട്ട് നടക്കും. വിജയകുമാർ. പമ്പയിലാണ് നാളെ അവലോകന യോഗമുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മന്ത്രിക്ക് ഇളവ് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പമ്പയിൽ യോഗം ചേരുന്നത്. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.